സാർ നമസ്കാരം. നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ ശ്രീ പിണറായി വിജയൻ്റെ ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ച രണ്ട് സ്ത്രീജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ ഒരു കാരണവശാലും കുറച്ച് കാണാൻ കേരളത്തിന് സാധിക്കില്ല. ഒന്ന്, 2016 പിണറായി വിജയനെ അധികാരത്തിലേറ്റുന്നതിന് വേണ്ടി ബോധപൂർവം അവരെ ഉപയോഗിക്കുകയോ അഥവാ പിണറായി വിജയൻ്റെ സ്വന്തം പാർട്ടിയായ CPM നിന്ന് പണം പറ്റിക്കൊണ്ട് പിണറായി വിജയനെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടി അവർ പണിയെടുത്തതോ എന്നറിയില്ല. സോളാർ സരിത എന്ന ഒരു സ്ത്രീ തുടർച്ചയായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ 2 വട്ടം ഒരു സർക്കാർ ഭരിക്കുന്നത് പിണറായി വിജയൻ്റെ സർക്കാർ തന്നെയാണ്. 10 വർഷക്കാലത്തെ ഭരണത്തിന് ശേഷം പിണറായി വിജയൻ പടിയിറങ്ങുമ്പോൾ കേരള രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിൽ ഒരുപാട് അവശേഷിപ്പുകൾ വച്ചിട്ടുണ്ടായിരുന്നു. അഴിമതിയുടെ, അരാജകത്വത്തിൻ്റെ, അക്രമത്തിൻ്റെ. അവിടെയാണ് ആ 2ാം പകുതിയിലാണ് രണ്ടാമത്തെ സ്ത്രീ രംഗപ്രവേശം ചെയ്യുന്നത്. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു വനിത എത്തിയിട്ടുണ്ടായിരുന്നു, സ്വപ്ന സുരേഷ്. ആ കേസിൽ അവർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1.5 വർഷത്തോളം കേരളത്തിലെ പല ജയിലുകളിലും മാറി മാറി കഴിയേണ്ടതായി വന്നു. ഇന്നിപ്പോൾ സ്വപ്ന സുരേഷ് പിണറായി വിജയൻ്റെ ഭരണം തീർന്ന അവസരത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയായി VD സതീശൻ അധികാരമേറ്റതിന് ശേഷം സ്വപ്ന സുരേഷ് വീണ്ടും കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ചയാകുന്നു. സ്വപ്ന സുരേഷ് വിജിലൻസിൽ ഇതിനോടകം തന്നെ മൊഴി കൊടുത്തിരുന്നു. അവർ നേരത്തെയും ഇത്തരം കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്ന പല കാര്യങ്ങളും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരനെ ആയുഷ്കാലം ജയിലിൽ കിടത്തുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ്. ഒരു സ്ത്രീ മൂലം അധികാരത്തിലേക്ക് വരുന്ന പിണറായി വിജയൻ മറ്റൊരു സ്ത്രീ മൂലം ആയുഷ്കാലം ജയിലിലേക്ക് പോകാനുള്ള ഒരു കഥയൊരുങ്ങുന്നു. അല്ലെങ്കിൽ കാലത്തിൻ്റെ കാവ്യനീതി പോലെ 2 സ്ത്രീകളും പിണറായി വിജയൻ്റെ ജീവിതത്തിൽ അഭേദ്യമായ ബന്ധം പുലർത്തി നിൽക്കുന്നു. ഈ 2 സംഭവങ്ങളും പലപ്പോഴായി പൊതുസമൂഹത്തോട് പലവട്ടം പല രീതിയിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് താങ്കൾ. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സാഹചര്യങ്ങളെ എങ്ങനെയാണ് നന്ദകുമാർ സാർ വിലയിരുത്തുന്നത്? അതായത് കാലം എന്തിനും കണക്ക് തീർക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് പിണറായി വിജയൻ്റെ പതനത്തിന് കാരണമായതും ഉയർച്ചയ്ക്ക് കാരണമായതുമായത് 2 സ്ത്രീകളാണ്. ഒന്നാമത്തെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് സരിത നായർ രംഗപ്രവേശം ചെയ്തത്. 2006 സരിത നായരെക്കുറിച്ച് വളരെ വിശദമായ 2 അന്വേഷണ റിപ്പോർട്ടുകളാണ് ക്രൈം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിലൊന്ന്, ആദ്യ ഭാഗം എന്ന് പറയുന്നത് രശ്മി എന്ന് പറയുന്ന ബിജു രാധാകൃഷ്ണൻ്റെ ഭാര്യയെ കൊന്ന കേസിലെ പ്രതിയാണ് ശരിക്കും. എന്നാൽ ADGP അജിത് കുമാർ സരിത നായരെ മാപ്പുസാക്ഷിയാക്കി. അങ്ങനെ അവർ ജയിലിൽ പോവാതെ ബിജു രാധാകൃഷ്ണൻ ജയിലിൽ പോയി. ബിജു രാധാകൃഷ്ണൻ്റെ ഭാര്യയെയാണ് കൊന്നത്. അന്ന് അവർ നടത്തിയിട്ടുള്ള വലിയ തട്ടിപ്പുകളെക്കുറിച്ച് ക്രൈമാണ് പ്രസിദ്ധീകരിച്ചത് 2006. പിന്നീട് അജിത് കുമാർ വഴിയാണ് ഈ പറയുന്ന സരിത നായർ, അവർ സ്ഥിരമായിട്ട് ക്യാമ്പ് ഹൗസിൽ പോകാറുണ്ട്. അവരുമായി സെക്ഷലി ബന്ധമുണ്ടായിരുന്നു. അജിത് കുമാറുമായിട്ട് ADGP അജിത് കുമാറുമായി സെക്ഷലി ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്നാണ് സരിത നായരുടെ അവരുടെ അനുഭവക്കുറിപ്പിൽ എഴുതി വച്ചിരിക്കുന്നത്. ക്യാമ്പ് ഹൗസിൽ പോവുകയും അദ്ദേഹത്തിൻ്റെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്തു എന്നാണ് സരിത നായരുടെ കുറിപ്പിലുള്ളത്. ഈ സന്ദർഭത്തിലാണ് ഗണേശനുമായി ബന്ധമുണ്ടാവുകയും ഗണേശൻ ആ ബന്ധത്തിൽ യാമിനി തങ്കച്ചി വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുകയും 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് ഗണേശൻ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത്. നാണം കെട്ട് ഇറങ്ങിപ്പോയ ഗണേശൻ പ്രതികാരദാഹത്തോടെ ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വേണ്ടി പിണറായി വിജയനുമായി ധാരണയായി. അങ്ങനെയാണ് സരിത നായർ ഒരു 5 പേജ് അഡീഷണലായിട്ട് എഴുതിയുണ്ടാക്കിയ ഒരു കഥ, വെറും വൈകൃതങ്ങൾ നിറഞ്ഞ കഥ. ആ കഥയിൽ കഥാപാത്രമായി വന്നത് നീതിമാനായ, സത്യസന്ധനായ, വൃദ്ധനായ UDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയെ ഒരു വഴിക്കും തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയനും ഗണേശനും വളഞ്ഞ വഴിയിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു സ്റ്റോറിയായിരുന്നു ക്ലിഫ് ഹൗസിൽ വെച്ച് സരിത നായർ ലൈംഗിക വൈകൃതത്തിന്
ഉമ്മൻചാണ്ടി ലൈംഗികവർദ്ധനം നടത്തി എന്ന് പറയുന്നൊരു സംഭവം ഒരിക്കലും കേട്ടാൽ കിളിർക്കാത്ത ഒരു നുണയുമായിട്ടാണ് ഈ കഥ വന്നതെങ്കിലും അത് സരിതാ നായരുടെ ഇൻ്റർവ്യൂ ഏഷ്യാനെറ്റാണ് ആദ്യമായി പബ്ലിഷ് ചെയ്തത്. അത് കേൾക്കുമ്പോഴേ അറിയാം അത് കെട്ടുകഥയാണെന്ന്. പിന്നീട് എല്ലാ ദൃശ്യ മാധ്യമങ്ങളും ഏറ്റെടുത്തു. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് സരിതാ നായരും പിണറായി വിജയനും ഗണേശനും ഗൂഢാലോചന നടത്തിയത് എന്നുള്ള വിവരം ക്രൈം പ്രസിദ്ധീകരിച്ചിരുന്നു. 10 കോടി രൂപയാണ് സരിതാ നായർക്ക് പിണറായി വിജയൻ ഉണ്ടാക്കിയ ധാരണ. 10 കോടി രൂപ കേരളത്തിലെ പ്രമുഖ പത്രപ്രവർത്തകർക്കടക്കം കൊടുത്തു. 5 കോടി രൂപ അതിന് വേണ്ടി നിയമിച്ച കമ്മീഷനും കൊടുത്തു. അങ്ങനെ 25 കോടി രൂപയാണ് മൊത്തത്തിൽ പിണറായി വിജയൻ ചെലവാക്കിയത്. അതുകൊണ്ട് എന്താണ് ഉണ്ടായ നേട്ടം? ഉമ്മൻചാണ്ടി അട്ടിമറിച്ചു, പിണറായി വിജയൻ അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. അങ്ങനെ ഉമ്മൻചാണ്ടി തകർത്ത് ആക്കാൻ ഒരു പെണ്ണിനെ ഉപയോഗിച്ചിട്ടാണ് ഈ കാര്യം ചെയ്തതെങ്കിലും പിന്നീട് സരിതാ നായർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, അവസാനം CBI കൊണ്ട് അന്വേഷിപ്പിച്ചു. എവിടെയും ഒരു തുമ്പ് പോലും ഉണ്ടായിരുന്നില്ല. കെട്ടുകഥയായിരുന്നു എന്ന് കൃത്യമായി CBI കോടതി റിപ്പോർട്ട് ഫയൽ ചെയ്തു. മരിക്കുന്നതിന് മുമ്പ് ആ മഹാനായ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് പറയുന്ന ഒരു കഥ കൃത്യമായി റിപ്പോർട്ട് പുറത്തു വന്നു. എന്തിന് PC ജോർജ് പോലും CBI കോടതിയിൽ പോയി മൊഴി കൊടുത്തു. സരിതാ നായർ പറഞ്ഞതെല്ലാം കള്ളമാണ്, ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്ന് പറയേണ്ടി വന്നു. അപ്പം ഈ വിധത്തിൽ ആണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത്. നിരന്തരം അദ്ദേഹത്തെ വേട്ടയാടിയെങ്കിലും അവസാനം ഭരണം നഷ്ടപ്പെട്ട ഉമ്മൻചാണ്ടി പിന്നീട് ഈ തീരാവേദനയുമായിട്ടാണ് ക്യാൻസറൊക്കെ ബാധിച്ച് മരിച്ചത്. പിണറായി വിജയൻ ഇതൊന്നും ബാധകമല്ല. ആര് ചത്താലെന്ത്, എങ്ങനെ ചത്താലെന്ത്, ഏത് പെൺവിഷയമായാലും എന്ത് വിഷയമാണെങ്കിലും അധികാരം പിടിച്ചെടുക്കുക, ഏത് കുൽസിത മാർഗത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള രീതിയാണ് ഒരു പെണ്ണിനെ ഉപയോഗിച്ച് പിണറായി വിജയൻ ചെയ്തത്. കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും വൃത്തികെട്ട ജുഗുപ്സാപരമായ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുള്ള മറ്റൊരു നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അതിനുശേഷമാണ് 2020 സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന UAE കോൺസുലേറ്റിൽ ജോലി എടുത്തിരുന്ന യുവതിയെ കണ്ടെത്തുകയും അതുവഴി അവരിതിനെല്ലാം യോഗ്യയാണ്, പിണറായി വിജയൻ്റെ തട്ടിപ്പുകൾക്ക് നേതൃത്വം കൊടുക്കാൻ, അല്ലെങ്കിൽ അറബികളുമായിട്ടും വിദേശത്തുള്ള പ്രവാസികളുമായിട്ടും ഒക്കെ ബന്ധമുണ്ട്, UAE കോൺസുലേറ്റായി ബന്ധമുള്ളത് കൊണ്ട് ബിസിനസ്സുകാരുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ ആവശ്യമാണ് പിണറായി വിജയൻ എന്ന് മനസ്സിലാക്കി ശിവശങ്കറും പിണറായിയും കൂടെ സ്വപ്ന സുരേഷിനെ പരിചയപ്പെടുകയും അവർക്ക് പ്രൈസ് വാട്ടർ കൂപ്പർ വഴി ഹൗസ് കൂപ്പർ വഴി അവർക്ക് ഗവൺമെൻറ് ജോലി കൊടുത്തു. 10ാം ക്ലാസ് പാസ്സായിട്ടില്ലാത്ത സ്വപ്ന സുരേഷിനെ വളഞ്ഞ വഴി കൂടെ വലിയ ശമ്പളം കൊടുത്ത് 1 ലക്ഷം രൂപയാണ് ശമ്പളം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് കാറ് കൊടുത്തു, കേരള സർക്കാരിൻ്റെ ബോർഡുള്ള കാറ് കൊടുത്തു. അങ്ങനെ പിണറായി വിജയൻ്റെ കള്ളക്കടത്തിനും അതേപോലെയുള്ള കാര്യങ്ങൾക്കും ഉപയോഗിച്ചു. വിദേശത്തുള്ള ഇടപാടുകൾക്കെല്ലാം കൃത്യമായി സ്വപ്ന സുരേഷിനെയാണ് ഉപയോഗിച്ചത്. അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എങ്ങനെയോ ഒറ്റുകൊടുത്തു. നയതന്ത്ര ബാഗേജിലൂടെ വരുന്നത് സ്വർണമാണ്. അങ്ങനെ ആ സ്വർണം തിരിച്ചയക്കാൻ വേണ്ടി ശിവശങ്കർ സ്വപ്ന സുരേഷിന് ഒരു മെയിൽ അയക്കാനുള്ളത് കൊടുത്തു. അങ്ങനെ മെയിൽ അയച്ചു. ആ സ്വർണം തിരിച്ചയക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൊടുത്തെങ്കിലും അത് നയതന്ത്ര അവിടെ പോലീസ് കസ്റ്റംസിൻ്റെ ഉദ്യോഗസ്ഥർ അത് പിടിച്ചെടുക്കുകയും അതിൽ സ്വർണമായിരുന്നു. 33 തവണയാണ് ഇതേപോലെ സ്വർണം കടത്തിയത്. ബിരിയാണി ചെമ്പിലൂടെയും അതേപോലെ ഖുറാൻ ചട്ടയിലൂടെയും അതേപോലെ ഈന്തപ്പഴക്കുരുവിലൂടെയും ഒക്കെ ആയിട്ട് കോടാനുകോടി രൂപയുടെ സ്വർണമാണ് പിണറായി വിജയന് വേണ്ടി കടത്തിയിരുന്നത്. അപ്പം ഇതിലൊക്കെ നിരപരാധിയായ സ്വപ്ന സുരേഷ് പിന്നീട് കുടുങ്ങുന്നതാണ് കണ്ടത്. അവരെ മാത്രം ഒറ്റപ്പെടുത്തി അവരെ ഇതിൻ്റെ പ്രതിയാക്കി മാറ്റി പിണറായി വിജയൻ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അങ്ങനെ അന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൽ പിണറായി വിജയന് സ്വാധീനമുണ്ടായിരുന്നു. അവസാനം സ്വപ്ന സുരേഷും ശിവശങ്കറും കുടുങ്ങി പിണറായി വിജയൻ രക്ഷപ്പെട്ടു. എന്നാൽ ജയിലിൽ വെച്ച് സ്വപ്ന സുരേഷിനെ കൊല്ലാനുള്ള പരിപാടികളുമായി പിണറായി വിജയൻ മുന്നോട്ട് പോയി. അവരെ തെളിവ് നശിപ്പിച്ചാൽ അവർ പിന്നെ വേറെ ഒന്നും പറയുന്നില്ലെങ്കിൽ പിണറായി വിജയൻ അതിനകത്ത് നിരപരാധിയാണെന്ന് പിന്നീട് കണ്ടെത്തും. അവരെ ഇവിടെ നിന്ന് കോവിഡ് കാലത്ത് ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക്
ADGP അജിത് കുമാറിൻ്റെ സഹായത്തോടെ പോലീസ് സന്നാഹത്തോടുകൂടി ഇവിടെ നിന്ന് അവരെ കടത്തി. എന്നാൽ NIA അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തതോടുകൂടി അവർ രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ ജയിൽ കടന്നപ്പോൾ അവരെ ജയിലിൽ വെച്ച് കൊല്ലാൻ വേണ്ടിയും പിണറായി വിജയൻ പ്ലാൻ ചെയ്ത കാര്യം ക്രൈമാണ് ആദ്യം പുറത്തുവിട്ടത്. അത് സ്ഥിരീകരിച്ച് പിന്നീട് അവർ ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു. അതിൽ കൃത്യമായി തന്നെ കസ്റ്റംസ് കൊടുത്ത പെറ്റീഷനിൽ പറയുന്നത് പിണറായി വിജയൻ സ്വപ്ന സുരേഷിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നത് തന്നെയാണ്. അതിനെ വളരെ ഗുരുതരമായിട്ട് അവരുടെ എല്ലാ അസുഖം, അവർക്ക് ഭക്ഷണത്തിലൂടെ അല്ലാതെ അവരെ അസുഖം BP കുറച്ച് വരുത്തി അവരെ പെട്ടെന്ന് മരണത്തിലേക്ക് കൊണ്ടുപോകുക, ഹാർട്ട് അറ്റാക്ക് വരുത്തി അവരെ കൊല്ലുക, ഇതൊക്കെയായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത്. എല്ലാത്തരം പീഡനങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥനായ അജയ് കുമാറിൽ നിന്ന് അവർക്ക് ഉണ്ടായതെന്ന് അവർ പറയുണ്ടായി. കസ്റ്റംസ് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈം പുറത്തുവിട്ട വാർത്തയാണ് അവർക്ക് രക്ഷയാകിയത്. അതായത് അവരെ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും അവർ കൊല്ലപ്പെടുകയാണ് പിണറായി വിജയനായിരിക്കും ഉത്തരവാദിയും എന്നുള്ള എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അവരെ രക്ഷിച്ചത്. അത് മറുനാടൻ ഷാജനും മറ്റുള്ളവരൊക്കെ അത് ഏറ്റെടുത്ത് വലിയ വാർത്തയാക്കി. അപ്പം അതിന് ശേഷം അവർ പുറത്തിറങ്ങിയ ശേഷം അവർക്ക് മനസ്സിലായി അവരെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തതിന് കാരണം പിണറായി വിജയൻ നടത്തിയ തട്ടിപ്പുകളെല്ലാം പുറംലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പിണറായി വിജയനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭാര്യയ്ക്കും മകൾക്കും മകനുമെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്ന് മനസ്സിലാവുകയും തന്നെ ചതിച്ചു എന്ന് മനസ്സിലാക്കി അവരിപ്പോൾ പരസ്യമായി തന്നെ രംഗത്ത് വരികയും 164 സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ കൊടുക്കുകയും ചെയ്തു. അതിലെല്ലാം തന്നെ പിണറായി വിജയനാണ് സ്വർണ്ണക്കള്ളക്കടത്തിലെ യഥാർത്ഥ വില്ലനെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഡോളർ കടത്തിയപ്പോൾ അവർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവിടെ കണ്ടത് $100 കോടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 10,000 കോടി രൂപയാണ് ഇതിലുണ്ടായിരുന്നത്. അപ്പം ഇതുപോലെ അതേപോലെയാണ് ലൈഫ് മിഷൻ തട്ടിപ്പ്, അതേപോലെ iPhone AI ക്യാമറ വിവാദം, K-ഫോൺ വിവാദം, ഇതുപോലെയുള്ള ഈ കാര്യങ്ങൾ മാത്രമല്ല വിദേശത്ത് പിണറായി വിജയൻ്റെ അനധികൃത സമ്പാദ്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിറ്റ്നസ് ആയിട്ടുള്ള ആളാണ് സ്വപ്ന സുരേഷ്. അവർ ആ കാര്യവും വെളിപ്പെടുത്തി കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി സരിതാ നായരെ ഉപയോഗിച്ചു. എന്നാൽ ഇപ്പോൾ അതേപോലെ പണമുണ്ടാക്കാൻ വേണ്ടി വളഞ്ഞ വഴിയിൽ കൂടെ രാജ്യദ്രോഹ കുറ്റമെല്ലാം ചെയ്ത് പണമുണ്ടാക്കാൻ വേണ്ടി സ്വപ്ന സുരേഷിനെ ഇറക്കി. അവസാനം സ്വപ്ന സുരേഷ് പിണറായിയുടെ അന്തകനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി വരാൻ പോകുന്ന നാളുകൾ ഏറ്റവും പിണറായി വിജയനെ വേട്ടയാടാൻ പോകുന്നത് സത്യസന്ധമായി പിണറായി വിജയൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന സ്വപ്ന സുരേഷ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു സ്ത്രീയെ ഉപയോഗിച്ച് അധികാരത്തിലേക്ക് വരികയും മറ്റൊരു സ്ത്രീ മൂലം ജീവിതത്തിൽ അവസാന കാലം ജയിലിൽ കിടക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് തന്നെയാണ് ഇതിന്ന് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും ഈ വിഷയത്തിൽ ഇനി കൂടുതലായി എന്ത് സംഭവിക്കും എന്നുള്ളത് വരുന്ന ആളുകളിൽ കണ്ടറിയാം. എന്തായാലും എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ന്യൂട്ടൻ്റെ തത്വം ഇവിടെ ബാധകമാണ്. പ്രകൃതി നിയമമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പിണറായി വിജയൻ ഒരു ലേഡിയെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടി എന്ന മഹാനായ മനുഷ്യനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മറ്റൊരു ലേഡി പിണറായി വിജയൻ തന്നെ ചെയ്ത പ്രവർത്തികൾ കൃത്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അത് പിണറായി വിജയനെയും കൊണ്ടേ പോകുള്ളൂ. പിണറായി വിജയനെ മാത്രമല്ല, പിണറായി വിജയൻ്റെ കുടുംബം മുഴുവൻ ജയിലിലാവുന്ന കാര്യമായിരിക്കും സ്വപ്ന സുരേഷ് വഴി വരിക. ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാം നമുക്ക്.